ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ റമദാൻ്റെ ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ റമദാന് കുറച്ച് ഹെൽത്തി ആയിട്ട് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എത്രത്തോളം സക്സസ് ആകുമെന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ അത് പറ്റിക്കോണമെന്നില്ല. എന്തായാലും ഇന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പൊരിച്ചക്കടികളൊക്കെ അപ്പാടെ ഒഴിവാക്കി, അതുപോലെ തന്നെ മധുരം കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ കടല വെച്ചിട്ടുള്ള ഒരു സാലഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടല നമുക്ക് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുക്കമ്പറും കുറച്ച് സബോളയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതായതുകൊണ്ട് ഇത് വേഗം തന്നെ ആയി കിട്ടും കേട്ടോ. പിന്നെ നമ്മളിന്ന് ചായക്കടികളൊന്നുമില്ല, നമ്മളിന്ന് ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറ് വേണ്ട ആൾക്കാർക്ക് ചോറ് കഴിക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് മുരിങ്ങയുടെ തോരൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു കൂട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ കണ്ടിട്ടുള്ള എല്ലാ കൂട്ടും നമ്മൾ ഒന്ന് അരച്ചെടുക്കും. എന്നിട്ട് നമ്മളിത് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കുകയാണ്. കടുകും വേപ്പിലും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് പൊട്ടിച്ച് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ നമ്മൾ ചതച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മുരിങ്ങയുടെ കായ ചേർത്ത് കൊടുക്കാം. ഇവിടെ മുരിങ്ങയുടെ കായ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയുടെ ആ തൊണ്ടില്ലേ, അതിൽ നിന്നിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്കിതിൽ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും അത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇത് നമ്മൾ അതിൽ നിന്ന് പീൽ ചെയ്തെടുത്തതിൻ്റെ ശേഷം മിക്സിയിലിട്ടിട്ടോ അല്ലെങ്കിൽ ബ്ലെൻഡറിലിട്ടിട്ടോ കറക്കി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആയി കിട്ടും കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ചെറുതീയിൽ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി ആവും കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ ഒരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയും പിന്നെ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും പിന്നെ നമ്മൾ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസും കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് നമ്മളിത് നന്നായി കുറുക്കിയെടുക്കണം കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഫ്രൂട്ട് സലാഡിൻ്റെ ആ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായി പിന്നെ നമ്മൾ കട്ടയില്ലാണ്ട് കുറുക്കിയെടുക്കണം എന്നൊന്നുമില്ല, കാരണം നമ്മളത് നന്നായി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വെന്ത് കഴിഞ്ഞ് ചൂടാറിയതിൻ്റെ ശേഷം നമ്മളത് മിക്സിയിലിട്ടിട്ട് ഒന്ന് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമ്മളെ പാകത്തിന് അതൊന്ന് അടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മളത് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചെറുതീയിൽ വെച്ചിട്ട് നമ്മൾ കുറുക്കിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വേണ്ട ഫ്രൂട്ട്സൊക്കെ മുന്നേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ട് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരി ആയിട്ടുണ്ട്, പിന്നെ മീൻകറി ആയിട്ടുണ്ട്. അപ്പോൾ മീൻകറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ഇഞ്ചിപ്പുളി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് കുക്കറിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വെച്ചത്, കാരണം അടുപ്പ് ഇതാക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല നോമ്പുള്ള കാരണം. അപ്പം കുക്കറിൽ തന്നെ നമ്മൾ ചോറാക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇഞ്ചിപ്പുളി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു സദ്യയുടെ ഇഞ്ചിപ്പുളിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് മീൻ പൊരിച്ചു കേട്ടോ. മീൻ തലേ ദിവസം കായം പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ നമ്മൾ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഞാൻ ഇപ്പോൾ എന്താ പറയുക ചോറ് കഴിക്കാറില്ല. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ദോശയാണ് ഉണ്ടാക്കാറ് ഗോതമ്പിൻ്റെ. ഇത് അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള സലാഡിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ,
അത് ഇപ്പോൾ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചടിച്ചിട്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് നമ്മളിനി കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ ഏത് ഫ്രൂട്ട്സാണോ ഉള്ളത് അത് ആഡ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വീട്ടിലില്ലാത്ത ആൾക്കാർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ മീനൊക്കെ നന്നായി ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളതൊരു ട്രേയിലേക്ക് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും വാങ്ങിക്കൊടുക്കേണ്ട ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര ഫാസ്റ്റിലാണ് കേട്ടോ ഇതൊക്കെ അറേഞ്ച് ചെയ്തത്. റമദാൻ മാസത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പണി കൂടുതലുള്ള ഒരു ടൈമായിട്ടാണ്. കാരണം കുട്ടികളുള്ള ആൾക്കാരാണെങ്കിൽ രാവിലെയും വൈകിട്ടും ഒക്കെ പണി ഉണ്ടാവും. നിങ്ങൾക്ക് എങ്ങനെയെന്നുള്ളത് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ഒരു കടലൊക്കെ നന്നായി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോളയും കുക്കമ്പറും ആഡ് ചെയ്തിട്ട് കുറച്ച് നാരങ്ങ കൂടിയും പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സലാഡ് ആവും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, നല്ല ഹെൽത്തിയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് നോമ്പറക്കുന്ന ടൈമിലേക്ക് വേണ്ട വെള്ളം പ്രിപ്പയർ ചെയ്തെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ജാറിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് പുതിനയിലയും ഉപ്പും പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി ആഡ് ചെയ്യണം. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു പ്ലെയിൻ സോഡ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി ആഡ് ചെയ്യാമെന്ന്. പക്ഷേ ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോമ്പറക്കുന്ന ടൈമിൽ അതിൻ്റെ ഗ്യാസൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടൈമിലാണ് കേട്ടോ അത് ആഡ് ചെയ്യുന്നത്. ഇനി ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മാവിലേക്ക് ഞാൻ കുറച്ച് ചീരയിലയും പിന്നെ മല്ലിച്ചപ്പും കൂടിയിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, പിന്നെ അതിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഗോതമ്പിൻ്റെ ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ നോമ്പിൻ്റെ പ്രിപ്പറേഷൻസ് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ നോമ്പിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയൂ കേട്ടോ, എന്തൊക്കെ ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.